പാലക്കാടൻ രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയുമായിരിക്കും, പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇത് നമ്മളെന്താ പറയുക, ഇതിനൊരു പ്രത്യേകത, കണ്ണിന് കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ല ചീര എന്നാണ് പറയുന്നത്. ഇത് തുടർച്ചയായി 45 ദിവസം നമ്മൾ വിടാതെ കഴിച്ചാൽ പകൽ നക്ഷത്രം കാണുമെന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കിത് പരിചയപ്പെടുത്താം. ഇതിൻ്റെ തണ്ടിനൊക്കെ ഇത്തിരി ബലമാണ്. അപ്പോൾ നമ്മൾ തണ്ടിൻ്റെ അവിടെ നമ്മൾ ഈ മുരിങ്ങ വൃത്തിയാക്കും പോലെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇലയെടുക്കുക, മേൽഭാഗത്ത് മാത്രം തണ്ടോടുകൂടി അരിയുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് അരിഞ്ഞെടുത്തോട്ടെ. ഇതാ അരിഞ്ഞെല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റേ കഴുകണം, ചീര അരിഞ്ഞ ശേഷം കഴുകാൻ പാടില്ല. ഇപ്പം ഞാനിത് ഒരു കറിയായി വെക്കുകയാണ്. ഒരു ചെറിയ ഒരു കൂട്ടാൻ കരണ്ടിക്ക് ഒരു കരണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്, തുവരപ്പരിപ്പ്. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. ഇനി അതിലോട്ട് ചീര ചേർക്കുക. ഒരു 1/2 സ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ, ആ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. മുളകൊന്നും ഒരുപാടൊന്നും വേണ്ട അതിന്. കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് വേവിക്കാൻ പാടില്ല, അപ്പോൾ കശത്ത് പോവും. ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാനിതിനൊരു അരപ്പ് തയ്യാറാക്കുകയാണ്. നമ്മളൊരു ദോശയ്ക്കൊക്കെ മാവ് എടുക്കണ ഒരു കരണ്ടിയില്ല, ആ കരണ്ടിക്ക് ഒരു കരണ്ടി തേങ്ങ, അതുപോലെ അതിൽ ചേർക്കാൻ ഒരു പിടി ചെറിയുള്ളി, 1/2 സ്പൂണ് ചെറിയ ജീരകം. ഞാൻ മിക്സിയിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കട്ടെ. അരപ്പ് തയ്യാറായി. ഇതാ നമ്മുടെ ചീരയൊക്കെ വെന്ത് നല്ലപോലെ താന്നു, ഫുള്ളായിരുന്നതല്ലേ. ഇതാ നമ്മൾ ഇതിട്ടിട്ടൊന്ന് ഉടച്ചെടുക്കാനാണ്. ഇതിന് പാലക്കാട് പറയുക മന്ത് എന്നാണ്, കടകോലെന്നും പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. ഇതിട്ടൊരു കുറച്ചൊന്ന് ഉടച്ചെടുത്തു. ഇതാ ചീര നന്നായി വെന്ത് വന്നു. അതിലോട്ട് ഞാൻ തേങ്ങ ചേർക്കുകയാണ്. നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് വെള്ളവും ചേർക്കാം. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഇങ്ങനെയൊരു ഗുണമുണ്ട്, കണ്ണിന് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ചീരയാണ്. നന്നായി തിളച്ചു. തേങ്ങയൊന്ന് വേവാൻ കുറച്ച് തിളയ്ക്കുകയും വേണം. അപ്പം ഞാനതിന് താളിക്കാൻ വേണ്ടുന്ന സാധനമാണ് വറമുളക് 1 3-4 ചെറിയുള്ളി, 3 വെളുത്തുള്ളി. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തത്, 1 സ്പൂണ് വെളിച്ചെണ്ണ. ചട്ടി ചൂടായി വരുമ്പോൾ കടുകിട്ട് ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ട് വഴറ്റിയ ശേഷം നമുക്ക് ചുവന്നുള്ളിയും മുളകും ചേർക്കാം. മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നു. ഇതൊക്കെ കറി ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചീരക്കറി റെഡിയായിരിക്കുകയാണ്. ഇത് നമ്മുടെ ചീരക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ.